എന്തു വന്നാലും രക്ഷിക്കാമെന്ന കേരള സർക്കാരിന്റെ ഉറപ്പിലാണ് കേരള VC അനിൽകുമാർ ചാൻസലർ കൂടിയായ ഗവർണറോട് അനാദരവ് കാണിച്ചത്. ചാൻസലറായ ഗവർണർ കടുപ്പിച്ചതോടുകൂടിയാണ് വൈസ് ചാൻസലർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത്. എന്നാൽ ഇതിലും ബഹുരസമാണ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ചുരുക്കത്തിൽ ജോലി പോകുമെന്ന അവസ്ഥയിലാണ് രജിസ്ട്രാറുടെ സ്ഥിതി. കാരണം കഷ്ടകാലം വന്നപ്പോൾ സംരക്ഷണ വാഗ്ദാനം നൽകിയവർ അദ്ദേഹത്തിനൊപ്പമില്ല. രജിസ്ട്രാർക്ക് വേണ്ടി ഗവർണർക്ക് മുന്നിൽ ശുപാർശ ചെയ്യാനും ആരുമില്ല. രജിസ്ട്രാറുടെ നീക്കത്തിൽ സർവകലാശാല ആസ്ഥാനത്ത് വിരുദ്ധാഭിപ്രായമുള്ളവർ നിരവധി പേരാണ്. രജിസ്ട്രാർ ഗവർണറെ അപമാനിച്ചു എന്ന അഭിപ്രായം രാജ്ഭവന് മാത്രമല്ല ഉള്ളത്. ഗവർണർ സെനറ്റ് ഹാളിൽ ഇരിക്കെ അദ്ദേഹം പങ്കെടുത്ത പരിപാടിക്ക് നൽകിയ ഹാൾ റദ്ദാക്കി. ചാൻസലർക്ക് കീഴിലാണ് സർവകലാശാല പ്രവർത്തിക്കുന്നത്. സർവകലാശാലയുടെ പ്രഥമ പുരുഷൻ ഗവർണറാണ്. ഇതാണ് സാഹചര്യമെന്നിരിക്കെ രജിസ്ട്രാറുടെ നടപടി സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ്. കടുത്ത ശിക്ഷാ നടപടിയാണ് അനിൽകുമാറിന് വരാനിരിക്കുന്നത്. ഗവർണർക്കുള്ള പ്രോട്ടോകോൾ ലംഘിക്കാൻ ആർക്കും അധികാരമില്ല. ഒരു ഉദ്യോഗസ്ഥൻ പ്രോട്ടോകോൾ ലംഘിച്ചാൽ തീർച്ചയായും അയാൾ സർവീസിൽ നിന്നും പുറത്താക്കപ്പെടും. ഗവർണർ ഇയാളോട് ക്ഷമിച്ചാലും നടപടി അനുഭവിച്ചേ മതിയാകൂ. കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ നടപടി ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചോദ്യം ചെയ്തതോടുകൂടിയാണ് പ്രശ്നത്തിൽ നിയമയുദ്ധം ഉറപ്പാക്കിയത്. സിൻഡിക്കേറ്റ് നിർദ്ദേശം അനുസരിച്ച് വ്യാഴാഴ്ച രജിസ്ട്രാർ സർവകലാശാലയിൽ എത്തുമെന്നാണ് അറിയിച്ചത്. അദ്ദേഹത്തെ തടഞ്ഞാണ് ആക്രമണം അഴിച്ചുവിടാനായിരുന്നു CPMന്റെ പദ്ധതി. അങ്ങനെ സർവകലാശാല ഏറ്റുമുട്ടലിന് വേദിയാകാനായിരുന്നു ഉദ്ദേശം. കേരള സർവകലാശാല നിയമം 1974 വകുപ്പ് 10/13 അനുസരിച്ച് ചില ഇടങ്ങളിൽ ചില ഘട്ടങ്ങളിൽ VCക്ക് സിൻഡിക്കേറ്റിന്റെ അധികാരം പ്രയോഗിക്കാം. എന്നാൽ സസ്പെൻഷൻ പോലെയുള്ള അച്ചടക്ക നടപടി എടുക്കാൻ ഈ വകുപ്പ് അധികാരം നൽകുന്നില്ല. ചാൻസലറുടെ നിർദ്ദേശം അനുസരിച്ചാണെങ്കിൽ പോലും അത് നിയമവിരുദ്ധമാണെന്നും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. സസ്പെൻഷൻ സിൻഡിക്കേറ്റ് റദ്ദാക്കിയാൽ അത് നിയമവിരുദ്ധത്തിലേക്ക് നീങ്ങും. സിൻഡിക്കേറ്റ് റദ്ദാക്കിയാൽ അത് VC അംഗീകരിക്കുകയില്ല. VCക്കെതിരെ രജിസ്ട്രാർ കോടതിയിലെത്തിയ സർവകലാശാലയാണ് എതിർകക്ഷി. ഇടത് ഭൂരിപക്ഷമുള്ള സിൻഡിക്കേറ്റ് നിയമിച്ച അഭിഭാഷകന്റെ വാദം സ്വാഭാവികമായും രജിസ്ട്രാർക്ക് അനുകൂലമായിട്ടാവും. VC പ്രത്യേക അഭിഭാഷകനെ നിയോഗിക്കേണ്ടി വരും. കേസിൽ ഗവർണർ കക്ഷിയായ ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹത്തിന് വേണ്ടി വേറെയും അഭിഭാഷകൻ ഹാജരാകേണ്ടി വരും. ഇങ്ങനെ സങ്കീർണമായ നിയമയുദ്ധത്തിലേക്ക് വഴിവെക്കുന്നതാണ് ഇപ്പോഴത്തെ നടപടി. VC പറഞ്ഞത് കേൾക്കാതെ രജിസ്ട്രാർ സ്വന്തം നിലയിൽ തീരുമാനമെടുത്ത വേദിയിൽ ഗവർണർ ഇരിക്കുമ്പോഴും ദേശീയഗാന ആലാപനം നടക്കുമ്പോഴുമായിരുന്നു ഹാളിന് അനുമതി നിഷേധിച്ചത്. അനുമതി വാങ്ങാതെ പോലീസിൽ പരാതി നൽകിയെന്നും VC പറയുന്നു. എന്നാൽ ഭരണപക്ഷം പറയുന്നത് ഇതാണ്: ഹാൾ റദ്ദാക്കുന്നത് രജിസ്ട്രാർ VCയെയും രാജ്ഭവനെയും അറിയിച്ചിരുന്നു. ഹാളിന് അനുമതി നിഷേധിച്ചത് സംഘാടകരെ അറിയിച്ചിരുന്നു. ഗവർണറോട് അനാദരവ് കാണിച്ചിട്ടില്ല. അദ്ദേഹം വന്ന ശേഷം സുഗമമായി പരിപാടി നടത്താൻ രജിസ്ട്രാർ ശ്രമിച്ചു. സർവകലാശാലയിൽ ചട്ടലംഘനവും സംഘർഷവും നടത്തുന്നതിനാൽ നിയമാനുസൃതമായാണ് രജിസ്ട്രാറുടെ നടപടി. ഇതിനിടെ രാജ്ഭവനിലും പിന്നെ സെലക്ട് ഹാളിലെ പരിപാടിയിലും കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം കണ്ട് ഹാൾ ഇളകി സസ്പെൻഷനിലായ രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ പഴയ ചിത്രം വാർത്തയിൽ നിറഞ്ഞു. അനിൽകുമാർ പ്രിൻസിപ്പലായിരുന്ന എലമലിക്കര ശ്രീ അയ്യപ്പൻ കോളേജ് ആർട്സ് ക്ലബ് ഉദ്ഘാടനമാണ് വേദി. കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രമാണ് പശ്ചാത്തലത്തിൽ. ധ്വനി 2020 എന്ന പേരിട്ടിരിക്കുന്ന വേദിയിൽ അനിൽകുമാറും ഉണ്ട്. അന്നില്ലാത്ത എന്ത് വിരോധമാണ് ഇപ്പോൾ അനിൽകുമാറിന് ഭാരതാംബയോട് എന്നാണ് ഉയർന്ന ചോദ്യം. കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പങ്കെടുത്ത പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചതിന് രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിനെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. ചാൻസലർ കൂടിയായ ഗവർണറോട് അനാദരവ് കാട്ടിയതായും ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ചതായും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത്. രജിസ്ട്രാറുടെ നടപടിയിൽ രാജ്ഭവൻ VCയോട് വിശദീകരണം ചോദിച്ചിരുന്നു. ഇതിന്റെ റിപ്പോർട്ട് രാജ്ഭവന് സമർപ്പിച്ചതിന് പിന്നാലെയാണ് പ്രത്യേക അധികാരം ഉപയോഗിച്ച് VC സസ്പെൻഷനിലേക്ക് നീങ്ങിയത്. അതേസമയം രജിസ്ട്രാർക്ക് പിന്തുണയുമായി സർക്കാർ രംഗത്തെത്തിയിട്ടുണ്ട്. VCയുടേത് അധികാര ദുർവിനിയോഗമാണ് എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു പറയുന്നു. സെനറ്റ് ഹാളിലെ പരിപാടി സംഘടിപ്പിച്ചത് സ്വകാര്യ വ്യക്തികളാണ്. അവർ ക്രിമിനൽ നടപടി പ്രകാരം യാതൊന്നും ചെയ്തിട്ടുമില്ല. അതിനാൽ FIR നിലനിൽക്കുകയുമില്ല. CPMന്റെ വിരട്ട് സംഘാടകരോട് ഏൽക്കുകയുമില്ല. സർക്കാരിനെ പരമാവധി പ്രകോപിപ്പിക്കുന്നതാണ് ഗവർണറുടെ ശ്രമം. കേരള രാജ്ഭവനിൽ CPM രാജ് നടപ്പാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഗവർണർ പരാജയപ്പെടുത്തുമെന്ന് മാത്രമല്ല രാജ്ഭവനിൽ പരമാവധി RSS ആശയങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യും. പ്രഭാഷണ പരമ്പര അതിനുള്ള ശ്രമമാണ്. സാധാരണ രാജ്ഭവനുകളിൽ ഇത്തരം പ്രവണതകൾ പതിവുള്ളതല്ല. രസകരമായ ഒരു കാര്യം എന്തെന്നാൽ ഗവർണർ ക്ഷണിക്കുന്ന അതിഥികളുടെ ചെലവ് വഹിക്കുന്നത് കേരള ഗവർണർ തന്നെയാണ്. കാരണം രാജ്ഭവനിൽ നടക്കുന്നതെല്ലാം ഔദ്യോഗിക ചടങ്ങുകളുമാണ്. ഔദ്യോഗിക
പരിപാടികളുടെ ചെലവ് കേരള സർക്കാർ നൽകും. ഇത് മധുരമായ ഒരു പകരം വീട്ടിലാണ്. പിണറായിക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം പിണറായിയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. ശരിക്കും RSS അടിത്തറയുള്ള നേതാവാണ് ഗവർണർ. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്നതാണ് രീതി. ഇത് RSS അദ്ദേഹത്തെ പഠിപ്പിച്ചതാണ്. ഇടതുപക്ഷത്തിനെതിരെയുള്ള പ്രഭാഷണങ്ങൾ ഇടത് സർക്കാരിന്റെ ചെലവിൽ സംഘടിപ്പിക്കും. വർത്തമാനം കുറയ്ക്കുകയും പ്രവൃത്തി നടത്തുകയും ചെയ്യുന്ന രീതിയാണ് ഇത്. ആർലേക്കർ കേരള ഗവർണർ ആയപ്പോൾ തന്നെ ഇക്കാര്യം പലരും പറഞ്ഞതുമാണ്. ഗോവ സ്വദേശിയായ ആർലേക്കർ RSSലൂടെ വളർന്നു വന്ന നേതാവാണ്. ദീർഘകാലം RSS പ്രചാരക് ആയി പ്രവർത്തിച്ചിരുന്ന ആർലേക്കർ 1989-ലാണ് BJP അംഗത്വം എടുക്കുന്നത്. ഗോവ BJP ജനറൽ സെക്രട്ടറി, ഗോവ വ്യവസായ വികസന കോർപ്പറേഷൻ ചെയർമാൻ, ഗോവ പട്ടികജാതി പിന്നാക്ക വിഭാഗം സാമ്പത്തിക വികസന കോർപ്പറേഷൻ ചെയർമാൻ, BJP സൗത്ത് ഗോവ പ്രസിഡന്റ് തുടങ്ങി പദവികൾ വഹിച്ചിട്ടുണ്ട്. കേരളത്തിലെ പല BJP നേതാക്കളുമായും പുതിയ ഗവർണർക്ക് അടുത്ത ബന്ധവുമുണ്ട്. 2002-ൽ ഗോവ നിയമസഭാ അംഗമായി. 2014-ൽ മനോഹർ പരീക്കർ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായപ്പോൾ ആർലേക്കറുടെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നു. ഒടുവിൽ അപ്രതീക്ഷിതമായി ലക്ഷ്മികാന്ത് പർസേക്കർ മുഖ്യമന്ത്രിയായി. ആർലേക്കർ സ്പീക്കറായിരിക്കുമ്പോഴാണ് ഗോവ നിയമസഭയെ രാജ്യത്തെ ആദ്യ കടലാസ് രഹിത നിയമസഭയാക്കി പ്രഖ്യാപിച്ചത്. 2015-ൽ മന്ത്രിസഭാ പുനഃസംഘടനയിൽ ഗോവയിൽ വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2021 ജൂലൈയിൽ ഹിമാചൽ പ്രദേശ് ഗവർണറായി. 2023 ഫെബ്രുവരിയിൽ ബീഹാർ ഗവർണറായി നിയമിക്കപ്പെട്ടു. BJP കേന്ദ്ര നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള ആർലേക്കർ മോദിയുടെ അമിത്ഷായുടെയും വിശ്വസ്തനായി മാറി. എന്നും വിവാദങ്ങൾക്കൊപ്പം സഞ്ചരിച്ച നേതാവ് കൂടിയാണ് ആർലേക്കർ. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടത് സത്യാഗ്രഹ സമരം നടത്തിയതുകൊണ്ടല്ല, ജനങ്ങൾ ആയുധമെടുത്തതുകൊണ്ടാണ് എന്ന ആർലേക്കറുടെ വിവാദമായ അവസാനത്തെ പ്രസ്താവന ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. ഡിസംബർ 22-ന് ഗോവയിൽ ഒരു പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു ആർലേക്കറുടെ പ്രസ്താവന. ബ്രിട്ടീഷ് പാർലമെന്റ് അംഗങ്ങൾ തന്നെ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും ആർലേക്കർ പറഞ്ഞിരുന്നു. JNU വിദ്യാർത്ഥി നേതാവായിരുന്ന കനയ്യകുമാറുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾക്കിടയിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എന്തും പറയാനാവില്ല എന്ന പരാമർശവും ആർലേക്കർ നടത്തിയിരുന്നു. ബീഹാർ ഗവർണർ ആയിരിക്കുമ്പോൾ സർവകലാശാല ഭരണവുമായി ബന്ധപ്പെട്ട് നിതീഷ് കുമാർ സർക്കാരുമായി ആർലേക്കർ കൊമ്പുകോർത്തിരുന്നു. ഒരു വർഷത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ താൽപര്യം മുൻനിർത്തി തന്നെയാണ് ആർലേക്കർ എത്തുന്നത് എന്നാണ് K സുരേന്ദ്രന്റെ പ്രതികരണവും വിരൽ ചൂണ്ടുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ ശൂന്യമാക്കിയതെല്ലാം ആർലേക്കർ നികത്തും. ഇത്തരം ഒരു പ്രതീക്ഷയ്ക്കാണ് ഇപ്പോൾ മങ്ങലേറ്റിരിക്കുന്നത്. പക്ഷേ വ്യത്യസ്തമായ രീതിയിലായിരിക്കുന്നു മാത്രം.